ഒരു സൂപ്പർ ആക്ഷൻ ഹീറോയ്ക്കൊപ്പം വരുന്ന മഞ്ചൂരിയൻ ചാറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ ഈ എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് ആക്ഷൻ ഹീറോ 6 ഫീറ്റ് മാത്രമല്ല 6 feet 4 inches ഉയരമുള്ള ഹൈറ്റുള്ള ഒരു ആക്ഷൻ ഹീറോ ആണ്. അതും മലയാളത്തിലെ ഒരു സൂപ്പർ ആക്ഷൻ ഹീറോ ആണ് ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ബാബു ആന്റണി. ഹലോ സർ. How are you? സൂപ്പർ ഫൈൻ. തിരിച്ചും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഈ തിരിച്ചുവരവിനെ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറച്ച് നാൾ വളരെ സെലക്റ്റീവായിട്ടുള്ള പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ടുവേഴ്സ് എൻ്റെ പയ്യങ്കാളിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാൻ ചെയ്തത്. അതിന് വളരെ ഒരു നല്ല റെസ്പോൺസും നല്ലൊരു തിരിച്ചുവരവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ വന്നു. അപ്പം അതൊന്നും അത്ര ഒരു ക്വാളിറ്റി പോരാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ബഡി ആയിട്ട് രാജ് പ്രഭാവതി മേനോൻ വരുന്നത്. അപ്പോൾ അത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് ചെയ്യാനുള്ളൊരു സംഭവം. പിന്നെ ഒരു സർദാർജിയായിട്ട് അഭിനയിക്കുന്നത് കുറച്ച് ഫണ്ണിയാണ്, ഒരു ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, വെരി ഹെൽപ്ഫുൾ ഫണ്ണി ക്യാരക്ടർ. അതൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളതാണ്. കാരണം നമ്മൾ ഈ ലൈറ്റായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ഞാൻ വെറൈറ്റി കഥാപാത്രങ്ങളാണ് ചെയ്യുന്നൊരു. പിന്നെ വില്ലനായിട്ട് വന്നപ്പം കുറച്ച് വളരെ ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് ഞാൻ അതിനൊരു പുതിയൊരു അപ്രോച്ച് കൊടുത്തു. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അട്ടഹസിച്ച് ബഹളം ഉണ്ടാക്കി, അതെ, സാധാരണ പഴയ സിനിമകളിൽ കാണുന്ന പോലെ വില്ലൻ വരുമ്പോഴേ ഒരു ശബ്ദവും അങ്ങനെയൊന്നുമല്ല. അത് വളരെ റേപ്പ് സീനും. അതെ. ഞാനത് ആദ്യമേ പറയായിരുന്നു, റേപ്പ് മോളസ്റ്റിംഗ് വിമൻ ചെയ്യില്ല, കോടികൾ തന്നാലും നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് അല്ലാതെ തന്നെ വില്ലൻ അവതരിക്കാനുള്ള ഒരുപാട് വില്ലത്തരങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെ അതൊന്ന് മാറിയിട്ട് ദെൻ ഐ ബിക്കേം എ ഹീറോ. ഇപ്പോൾ ഇതിലെ ഈ ബഡ്ഡിയിലെ ഈ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി ഒരുപക്ഷെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. താങ്കളുടെ ഒരു ഗംഭീര വരവ് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അതും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ആ വേഷത്തെ പറ്റി. ആ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? അത് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫിലിമിൽ ഇത് ത്രൂ ഔട്ട് ഉണ്ട്. അതായത് ഒരു ലൈറ്റായിട്ട് കിടക്കുന്നെങ്കിലും ത്രൂ ഔട്ട് ആ ഫിലിമിൽ ഇങ്ങനെ ഒരു നന്മരസം പകർന്നുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് രാജ്ബി മേനോൻ വളരെ നന്നായിട്ട് ഇങ്ങനെ അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ, അതായത് ചില സീൻസൊക്കെ ഞാൻ പറയാറുണ്ട് നമുക്ക് ആവശ്യമില്ലാതെ ചെയ്യേണ്ടെന്നൊക്കെ. ഇദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അതായത് കരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടി ചില ശ്രമങ്ങളൊക്കെ നടന്നു, ഫെയിൽ ചെയ്തു. പിന്നെ തോക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അവസാനം പുള്ളി ആർമിയിൽ ചേരുകയാണ്. ആർമി ചേർന്ന് കഴിയുമ്പോഴത്തേന് അവിടെ മുടിയും താടിയും വെട്ടണമെന്ന് പുള്ളിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ അങ്ങനെ സിഖ് മതത്തിലേക്ക് ചേരുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആർമിയിലെ പുള്ളി കുക്കാണ്. അപ്പോൾ തോക്ക് പോലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് തോക്കിൻ്റെ കുഴൽ ശരിക്കും ഊതുന്ന സാധനമാണ്. അപ്പോൾ തോക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ച് നോക്കും പുള്ളി, കൊതി കൊണ്ട്, തോക്ക് പിടിക്കാനുള്ള കൊതി കൊണ്ട്. കാരണം ആർമി ചെന്നിട്ട് ഒരിക്കലും യുദ്ധത്തിന് പോകാൻ പറ്റില്ലല്ലോ പുള്ളി. പിന്നെ അത് ഊരിയിട്ട് പുക ഊതുന്നതും, പിന്നെ മാർഷൽ ആർട്സ് അതായത് കരാട്ടെ പഠിക്കാനായിട്ട് ഓടി വെച്ചിട്ട് തല്ലി പൊട്ടിക്കുമ്പം കൈ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ചില, അതായത് ഒരുപാട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നാൾ ഒരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ഒരു കംബാക്കിന് വേണ്ടിയിട്ട്? ഇല്ല, ഗ്യാപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നല്ല കഥാപാത്രം, സെലക്റ്റഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ പ്രൊഡ്യൂസേഴ്സ് ഇല്ലല്ലോ. ബേസിക്കലി ചാനൽസാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ചാനൽസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആ ഒരു സെറ്റപ്പിൽ ആ ഒരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ഷെയറിങ്, അതായത് ഓൺ ദി ടേബിൾ പ്രോഫിറ്റ് ഷെയറിങ് ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ സിനിമ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പാക്കേജ് ഡീലിൽ ഉണ്ടാക്കുന്ന സിനിമകൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അതിന് നമുക്ക് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല, നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാവില്ല. എന്താ പറയുക, നൂഡിൽസ് പോലെ. നമ്മൾ ഫുഡാണെങ്കിലും അതിനകത്ത് നമുക്ക് ഒതൻറ്റിക് ഫുഡുണ്ട്, ഒതൻറ്റിക് കുസീനുണ്ട്, അതുപോലെ ഫാസ്റ്റ് ഫുഡും ഉണ്ട്. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് ഫുഡ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും അവർ നോക്കുന്നില്ല. വെറുതെ ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, ആ ഒരു ടേബിൾ പ്രോഫിറ്റ് വെച്ചെടുക്കുന്ന സിനിമകളാണ് ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ആ സാറ്റലൈറ്റ് റേറ്റ് കിട്ടണമെങ്കിൽ അതിനെന്താ നിബന്ധന എന്ന് എനിക്കറിയത്തില്ല. ഇന്ന ആക്ടേഴ്സിന് ഇത്ര 1.5 കോടി 2 കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അവർ ഏത് പടം ഓടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ വന്ന കൊച്ചു പിള്ളേർക്ക് വരെ അങ്ങനെ സാറ്റലൈറ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഇത്ര നാളത്തെ വർക്കും ബാക്ക്ഗ്രൗണ്ടും ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത്രയും ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലും സജീവമായി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ ഭരതേട്ടൻ്റെ കൂടെ ചിലമ്പെന്ന മൂവിയിലാണല്ലോ എല്ലാവരും
ബാബു ആന്റണിയെ കാണുന്നത്. അപ്പോൾ ഭരതേട്ടൻ്റെ കൂടെയുള്ള ആ വർക്കും ഇപ്പോൾ ഉള്ള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു വ്യത്യാസങ്ങളും ഒക്കെ ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും പല കാര്യങ്ങളും. തീർച്ചയായും അതിനെക്കുറിച്ചൊന്ന്. ഭരതേട്ടൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് സിനിമ അല്ലെങ്കിൽ ഒരു ക്ലാസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ക്ലാസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള ജനകീയമായ സബ്ജക്റ്റുകൾ, ആ ക്ലാസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അതെങ്ങനെ മാസിന് വേണ്ടിയിട്ട് കൊടുക്കാം, ക്ലാസ് സിനിമകൾ എങ്ങനെ മാസിനെ കാണിക്കാം എന്നുള്ളതായിരുന്നു ഭരതേട്ടൻ്റെ ഒരു ബേസിക് ടെക്നിക്ക്. അപ്പോൾ എന്നെ തന്നെ അത് ഭയങ്കര ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു. അത് അന്ന് തന്നെ അതുപോലെ തന്നെ അതിന് ഒരുപാട് ഹോംവർക്ക്, അതിൻ്റെ പുറകിൽ ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. സമയമെടുത്ത് സ്ക്രിപ്റ്റ് എഴുതുക, സമയമെടുത്ത് സ്റ്റോറി സെലക്ട് ചെയ്യുക, റിസർച്ച് ചെയ്യുക. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാസ്റ്റിംഗ് ആ ക്യാരക്ടർ അനുസരിച്ച് അവർ കാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ പോലെ ഇന്ന ആൾക്ക് ഇത്ര സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട് എന്നാൽ അയാളെ കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ആക്ടേഴ്സ് എന്താ ചെയ്യുന്നത്, ഈ സാറ്റലൈറ്റ് റേറ്റ് ഒപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ ആക്ടേഴ്സ്. എങ്ങനെയെങ്കിലും സാറ്റലൈറ്റ് റേറ്റ് ഒപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കൂടെ വരും, അല്ല പ്രൊഡ്യൂസേഴ്സ് എൻ്റെ വെച്ച് പടം എടുക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഇന്ന് സിനിമ പോകുന്നത്. പിന്നെ അന്നത്തെ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഒരു എന്താ പറയുന്നത് ടോട്ടൽ ഒരു ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു സിനിമ തുടങ്ങി അതിനൊരു ഗ്രാമറും അതിനൊരു എക്കോണമിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് എന്തൊക്കെയോ എവിടേക്കോ കാണിച്ച് കാണുന്ന ഓഡിയൻസ് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതൊരു ടോട്ടൽ സിനിമ നമ്മുടെ ബ്രെയിനിൽ കൺസീവ് ചെയ്യാനുള്ള ഒരു കഴിവ് എപ്പോഴും ഇപ്പോൾ പലർക്കും ഇല്ല. എൻ്റെ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ സിനിമയെപ്പറ്റി പഠിക്കാനുള്ള അവസരം ഇവിടെ കുറവാണ്. പെട്ടെന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് ഓരോരുത്തർ ഡയറക്ടറാണ്. സാറ്റലൈറ്റ് റൈറ്റും ഉണ്ട്, ഒരു ഡിജിറ്റൽ ക്യാമറയും ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആക്ടറോ ആകാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ ഉള്ളത്. അന്ന് അങ്ങനെയല്ലായിരുന്നു. അത് ഒന്ന് മാറി വരണമെങ്കിൽ അത് നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ സിനിമക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ആക്ടേഴ്സ് ശ്രമിക്കണം. അവർ ആവശ്യമില്ലാത്ത സിനിമകൾ, ഇങ്ങനെ വരുന്ന സിനിമകൾ സ്വീകരിക്കാതിരിക്കുകയാണ് ഏറ്റവും ബുദ്ധി.